ഇവിടെ വളരെ യാദൃശ്യമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ഇന്നലെ വായിച്ച ചാപ്റ്റർ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുമ്പുള്ള പശ്ചാത്തലവും അതിന് ശേഷമുള്ളതും. അവിടെ ഹിറ്റ്ലർ എങ്ങനെ അധികാരത്തിൽ വന്നു, എന്തൊക്കെ ചെയ്യുന്നതാണ്. ഇതേ കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമായിട്ടുള്ളവർ ബാക്കിയുള്ളവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്നത്, തെരുവിലേക്ക് ഇറങ്ങുന്നത്, കായികമായി നേരിടുന്നത്, അതിന്റെ തനിയാവർത്തനമായിട്ടാണ് ഇന്ന് രാവിലെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു ജനാധിപത്യ ക്രമത്തിൽ നടത്തുന്നവർക്ക് ഒരു ഉളുപ്പ് വേണ്ടേ? മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ നിലയിലേക്ക് പോകുന്നതിന് വരെ മാധ്യമപ്രവർത്തകരുടെ കൈവെട്ടും കാലുവെട്ടും എന്ന് പറയുന്നത് ഭീരുത്വമാണ്. അവർ ജനാധിപത്യത്തെ ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് മാത്രമേ എന്നെ കാണുന്നുള്ളൂ. അപ്പോൾ ഈ എതിർക്കുന്നവരെ, എതിർസ്വരങ്ങൾ ഉന്നയിക്കുന്നവരെ ഇത്തരത്തിൽ നേരിടുക എന്നുള്ള അല്ല, ശ്രീ നരേന്ദ്രമോദി രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനെ ശക്തമായി എതിർക്കുന്ന ഞങ്ങളാണെന്ന് പറയുന്നവരാണ് അത് കാർബൺ പേസ്റ്റ് കോപ്പി എടുത്ത് അല്ലെങ്കിൽ കട്ടൻ പേസ്റ്റ് ചെയ്ത് ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ ഏകാധിപതികളുടെയും സ്വഭാവം ഇത് തന്നെയാണ്. ലോക ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാവരും അതാണ്. ഇന്റിമിഡേഷൻ, ഭീഷണിപ്പെടുത്തൽ, ഇതെല്ലാം തന്നെയാണ്. പക്ഷേ ഇവരുടെയൊക്കെ പതനവും ലോകം കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. പിണറായിസത്തിന്റെ ഒരു രീതിയാണ് ഇങ്ങനെ പോകുന്നത്. അതെ, പിണറായിസം എന്ന് പറഞ്ഞാൽ മോഡിയിസവും പിണറായിസവും സമാനമായി പോവുകയാണ്. ഒരേ നിലയിൽ, ഒരേ ക്യാരക്ടറിൽ പോകുന്നു. അല്ലാതെ ഭരിക്കുന്നവർ, ഞാൻ ചോദിക്കട്ടെ, മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയെങ്കിൽ എത്രയൊക്കെ കാര്യങ്ങൾ നിയമപരമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും? അതല്ലേ ചെയ്യേണ്ടത്? ഇതേ മീഡിയ വണ്ണിനെ മോഡി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ നോക്കി, നിരോധിച്ചു. പിന്നെ കോടതിയുടെ പോരാട്ടത്തിൽ തിരിച്ചു വന്നു. ഇത് അതിന് പകരമായി അതിനേക്കാൾ ഒരു പടി കടന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തലുമായി പോകുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഭീരുക്കളുടെ രീതിയായിട്ട് മാത്രമേ എന്നെ കാണാൻ സാധിക്കത്തുള്ളൂ.